പോരാട്ടം കടുക്കുമ്പോൾ പാളയത്തിൽ ചെന്ന് പ്രതിയോഗിയെ നേരിടുക എന്ന തന്ത്രം പയറ്റാൻ ഒരുങ്ങുകയാണോ ഇടതുപക്ഷവും പിണറായി സർക്കാരും? യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുമ്പോൾ വിശ്വാസ വഴിയിൽ ഇനി ഉടക്കാനില്ല, വിശ്വാസത്തെ ചേർത്ത് പിടിക്കുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെയാണ്. CPM-ഉം ഇടത് സർക്കാരും ചേർത്ത് നിർത്താൻ ഒരുങ്ങുകയാണ് NSS-നെയും SNDP-യെയും. ശബരിമലയിൽ U-ടേൺ എങ്കിൽ U-ടേൺ തന്നെ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സമുദായ സംഘടനകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഇടത് സർക്കാർ വിശ്വാസ കാർഡ് കൂടി മുന്നിൽ വെച്ച് നേരിടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലം. ആഗോള അയ്യപ്പ സംഗമത്തിലെ നവോത്ഥാനം വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുമോ? വിശ്വാസ സംരക്ഷണത്തിൽ കാത്തിരിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്താനൊരുങ്ങുന്ന സുപ്രധാന പ്രഖ്യാപനത്തിനാണോ? അങ്ങനെയാണെങ്കിൽ പരിഷ്കരണ ചിന്തയിൽ നിന്ന് സർക്കാർ നിലപാട് തിരുത്തിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന KPMS-ന്റെ മുന്നറിയിപ്പും ബിന്ദു അമ്മിണി അടക്കമുള്ള ആക്ടിവിസ്റ്റുകളുടെ വിമർശനവും എങ്ങനെ നേരിടും ഇടതുപക്ഷം? CPM-ന്റെ വിശ്വാസിക്കാട് ഇരട്ടത്താപ്പെന്ന് UDF-ഉം BJP-യും പറയുന്നതിനെ എഴുതി തള്ളിയാലും ശബരിമല കാലത്ത് നവോത്ഥാന മനുഷ്യ മതിലിനൊപ്പം അണിചേർന്നവരോട് പാർട്ടി എന്തു പറയും?